ഹലോ, ടുഡേ തേഴ്സ്ഡേ ഈവനിങ്. ഇപ്പോൾ ഈ ആഴ്ച കൂൺ സീസണാണ് കേട്ടോ. നമുക്ക് എല്ലാവിടെയും എവിടെ നോക്കിയാലും പാടത്തായാലും പറമ്പിലായാലും എവിടെ ആയാലും കൂണിൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവർക്കും കൂൺ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു കൂൺ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. അതിൽ സവാള ഇട്ട് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം 2 പച്ചമുളക് അതിൽ ആഡ് ചെയ്തു. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിന് ശേഷം റെഡ് ചില്ലി ചതച്ചത്, ചുവന്ന മുളക് നന്നായിട്ട് ചതച്ചത് ഒരു 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് എല്ലാം ഇട്ട് നന്നായി വഴറ്റി, നന്നായി റെഡ് കളറാവുന്നവരെ വഴറ്റിയതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള കൂൺ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കുക. അതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം, സിമ്മ് വേണ്ട ഒരു മീഡിയം ഇതിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാൻ അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഗ്രേവി കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ച് തിളപ്പിച്ച ചൂടുവെള്ളം ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ട് അതിൽ ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയതിന് ശേഷം, ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വരുമല്ലോ, ഗ്രേവി നന്നായിട്ട് പാകത്തിന് ആയതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കുമ്പോഴേക്കും ഇതപ്പോൾ പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഗ്രേവി. നമുക്കിത് ദോശയ്ക്കായാലും ചോറിനായാലും ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ പാകത്തിന് ദോശയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് കുറച്ച് ഗ്രേവിയായി. പിന്നെ കൂണ് വെന്തു കേട്ടോ. കുറച്ച് നന്നായി വേവിക്കണം. അപ്പോൾ അത് വെന്ത് ഗ്യാസ് ഓഫ് ചെയ്തു. കൂൺ കറി റെഡി.